Good afternoon. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIIMS Nagpur. നമ്മൾ ഇന്ന് chapter number 17, class 11th chapter number 17, breathing and exchange of gases in NCERT HM+ solutions ആണ് ചെയ്യാൻ പോകുന്നത്. So we'll directly get into the solution. First question, multiple choice question ആണ് and question ചോദിച്ചിരിക്കുന്നത് എന്താണ്? Respiration in insects is called direct. ബിക്കോസ് ഇൻസെക്ട്സിലെ റെസ്പിറേഷൻ ഡിറക്റ്റ് എന്ന് വിളിക്കാനുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ബീങ് ഓപ്ഷൻ എ എന്താണ് പറഞ്ഞത്? ദ സെൽ എക്സ്ചേഞ്ച് ഓക്സിജൻ ആൻഡ് CO2 ഡിറക്ട്ലി വിത്ത് ദി എയർ ഇൻ ദി ട്യൂബ്സ്. അതായത് അവരുടെ സെൽസ് ആണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആൻഡ് അവരുടെ സെൽ ഡിറക്ട്ലി എക്സ്ചേഞ്ച് വിത്ത് ദ എയർ ഇൻ ദ ട്യൂബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ടിഷ്യൂസ് എക്സ്ചേഞ്ച് ഓക്സിജൻ ഓർ CO2 directly with coelomic fluid. Third one is the tissues exchange oxygen CO2 directly with the air outside through body surface. And option D being tracheal tubes exchange oxygen CO2 directly with the hemocoel, which then exchange with the tissues. അപ്പോ ഇത് നമുക്ക് എന്തറിയണം? എന്താണ് ഡിറക്റ്റ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ അറിയണം. ആൻഡ് ഇൻസെക്ട്സിൽ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നതെന്നും അറിയണം. അപ്പോ എന്താണ് ഡിറക്റ്റ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലെങ്കിൽ ഡിറക്റ്റ് റെസ്പിറേഷൻ എന്തെന്ന് പറയാൻ പറ്റും? അതായത് നമ്മളെല്ലാം സെൽസ് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഗ്യാസസ് എക്സ്ചേഞ്ച് നടത്തുന്നു ഡയറക്ട്ലി വിത്ത് ദ എയർ. അതായത് എങ്ങനെ? ഡിറക്ട്ലി വിത്തൗട്ട് എനി അവർ എക്സ്ചേഞ്ച് നടത്തുമ്പോഴാണ് അതിന് നമ്മൾ ഡിറക്റ്റ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻസെക്ട്സിന് നമുക്കറിയാം എന്തുണ്ട്? ട്രക്കിയൽ ട്യൂബ്സ് ആണ് ഇൻസെക്ട്സിലെ റെസ്പിറേഷൻ നടത്തുന്നത്. അപ്പൊ ഈ ട്രക്കിയൽ ട്യൂബ്സ് എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിക് എയറിനെ ഇൻസൈഡ് ദ ബോഡിയിലേക്ക് കണ്ടക്ട് ചെയ്ത് കൊണ്ടിരുന്നു. ആൻഡ് അത് പതുക്കെ ട്രക്കിയൽ ട്യൂബ്സ് ഓപ്പൺ ടു ട്രക്കിയെ ആൻഡ് ട്രക്കിയയിലേക്ക് തുറക്കുന്നു. ആൻഡ് ആ ട്രക്കിയയിൽ വെച്ച് സെൽ ഡയറക്ട്ലി ഓക്സിജനും CO2 ഡയറക്ട്ലി എക്സ്ചേഞ്ച് നടത്താണ് വിത്ത് ദ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് എയർ. അപ്പൊ ഫസ്റ്റ് തിങ്, ഡിറക്റ്റ് റെസ്പിറേഷൻ എന്താണ്? സെൽസ് എക്സ്ചേഞ്ച് നടത്തുന്നു. ആര്? ഓക്സിജൻ /CO2 ഡയറക്ട്ലി വിത്ത് ദ എയർ. ബോഡി സെൽസും ഓക്സിജനും എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഡയറക്ട്ലി നടത്തുന്നു. ആൻഡ് ഇൻസെക്ട്സിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ഇൻസെക്ട്സിൽ അവർക്ക് ട്രക്കിയൽ ട്യൂബ്സ് എന്ന് പറഞ്ഞ ചില ട്യൂബ്സ് ഉണ്ട്. ഈ ട്യൂബ്സ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് അറ്റ്മോസ്ഫിയറിക് എയർ വിത്തിൻ ദി ബോഡി. അതായത് അറ്റ്മോസ്ഫിയറിക് എയറിനെ ഡയറക്ട്ലി ബോഡിന്റെ ഉള്ളിൽ എത്തിക്കുന്നു. ആൻഡ് അവിടുന്ന് അടുത്ത നാരോ ട്യൂബ്യൂൾസിലേക്ക് മാറും, വിച്ച് ഇസ് ട്രക്കിയ. ആൻഡ് ട്രക്കിയന്റെ ഉള്ളിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഈ ട്രക്കിയൽ ട്യൂബ്സ് ഓപ്പൺ ഇൻ ടു ട്രക്കിയ വേർ സെൽ എക്സ്ചേഞ്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് ഗ്യാസസ് എക്സ്ചേഞ്ച് നടത്തുന്നു. ഇതാണ് ഏതിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്? ഇൻസെക്ട്സിന്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ സെൽ എക്സ്ചേഞ്ച് ഡയറക്ട്ലി വിത്ത് ദ എയർ ഇൻ ദ ട്യൂബ്സ്. രണ്ടാമത്തെ ഓപ്ഷൻ ടിഷ്യൂസ് എക്സ്ചേഞ്ച് ഓക്സിജൻ ഓർ CO2 ഡയറക്ട്ലി വിത്ത് ദ coelomic fluid. പിന്നെ എങ്ങനെയാണ്? ടിഷ്യൂസ് എക്സ്ചേഞ്ച് CO2 ഡയറക്ട്ലി വിത്ത് ദ എയർ ഔട്ട്സൈഡ് ത്രൂ ദ ബോഡി സർഫസ്. എയർ ഔട്ട്സൈഡ് ത്രൂ ദി ബോഡി സർഫസ് എന്തായാലും എങ്ങനെയാണ്? തെറ്റാണ് നമുക്കറിയാം. ആൻഡ് ഡയറക്ട്ലി വിത്ത് ദ coelomic fluid എന്ന് പറയുന്നതും എങ്ങനെയാണ്? തെറ്റാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഫോർത്ത് ഓപ്ഷൻ പറഞ്ഞാൽ ട്രക്കിയൽ ട്യൂബ്സ് ആണ് എന്ത് ചെയ്യുന്നത്? എക്സ്ചേഞ്ച് ചെയ്യുന്നത് വിത്ത് ദ ഹീമോസിൽ. ഹീമോസിൽ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റി വിച്ച് ദെൻ എക്സ്ചേഞ്ച് വിത്ത് ദ ടിഷ്യൂസ്. അപ്പൊ ഇതില് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ഏത് ആൻസർ ആണ്? ഓപ്ഷൻ ഡി. കാരണം എന്താ? ഒന്നാമത്തെ കാര്യം ട്രക്കിയൽ ട്യൂബ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് വിത്ത് ദ ഹീമോസീൽ. ആൻഡ് ഹീമോസീലാണ് പോയി ടിഷ്യൂസിലേക്ക് കൊടുക്കുന്നത്. ട്രക്കിയൽ ട്യൂബിൽ ഓക്സിജൻ CO2 എക്സ്ചേഞ്ച് നടന്നു. ആൻഡ് ഈ ഓക്സിജൻ എടുത്തത് നമ്മുടെ ടിഷ്യൂസിലേക്ക് കൊടുക്കണമെങ്കിൽ ആൻഡ് ടിഷ്യൂസിൽ നിന്ന് തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എമിറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഇറ്റ് ഇസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്ലഡ് ഫിൽഡ് ക്യാവിറ്റി. ഹീമോസീലിലേക്ക് പോകുന്നു. ഹീമോസീലിന്റെ അവിടുന്ന് എക്സ്ചേഞ്ച് വിത്ത് ദ ടിഷ്യൂസ് നടക്കുന്നു. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ റിഗാർഡിംഗ് ദ ഫങ്ഷൻസ് ഓഫ് ആർ റെസ്പിറേറ്ററി സിസ്റ്റം മാർക്ക് ദി റോങ് എൻട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ചെയ്യാത്തത്? വിച്ച് വൺ ഇസ് റോങ്? ഹ്യൂമിഡിഫൈസ് ദി എയർ. നമുക്കറിയാം എന്തുണ്ട്? നോസിന്റെ ഉള്ളിൽ തന്നെ എന്ത് നടക്കുന്നുണ്ട്? ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ നടക്കുന്നുണ്ട്. ആൻഡ് വാർംസ് അപ്പ് ദി എയർ. എങ്ങനെയാണ്? നമുക്കറിയാം എന്ത്? റെസ്പിറേറ്ററി സിസ്റ്റം എന്തും ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ് നടത്തുന്നുണ്ട്, ഹ്യൂമിഡിഫിക്കേഷൻ നടത്തുന്നുണ്ട്. ആൻഡ് ക്ലീൻസ് അപ്പ് ദി എയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം നോസില് എന്തുണ്ട്? നമ്മുടെ ചെറിയ ചെറിയ ഹെയർ ഉണ്ട്. ആൻഡ് ഈ ഹെയറിന്റെ ഫങ്ഷൻ എന്താണ്? നമ്മുടെ വലിയ ഡസ്റ്റ് പാർട്ടിക്കിൾസിനൊക്കെ തടഞ്ഞു നിർത്തുക.
ആൻഡ് അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പോസിബിളി എന്തെന്നും കൂടി ചിന്തിക്കാൻ പറ്റും. അതായത് നോസില് ഹെയറും ബാക്കിയുള്ള അങ്ങനെ സീലിയ പോലുള്ള സബ്സ്റ്റൻസ് ഉള്ളതുകൊണ്ട് ആ ഹോൾ നമ്മൾ ശ്വസിച്ച എയറിന്റെ അതിൽ എന്തൊക്കെ ഇംപ്യൂരിറ്റീസ് ഉണ്ടോ അതൊക്കെ എന്താവുന്നുണ്ട്, ക്ലീൻഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാരിഫൈഡ് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ക്ലീൻസ് അപ്പ് ദി എയർ എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി റോങ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമിഡിഫിക്കേഷൻ നടത്തുന്നുണ്ട്, വാർമിംഗ് അപ്പ് നടത്തുന്നുണ്ട്. ഇനി വാർമിംഗ് അപ്പ് എങ്ങനെയാണ് നടക്കുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നമുക്കറിയാം നമുക്കൊരു കണ്ടക്ടിങ് സോൺ ഉണ്ട്, എക്സ്ചേഞ്ചിങ് സോൺ ഉണ്ട്. ആൻഡ് നമ്മുടെ ബോഡി കുറച്ച് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജനറേറ്റ് ചെയ്ത ഹീറ്റ് എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മുടെ എയറിലേക്ക് കണ്ടക്ട് ചെയ്ത് പോകുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ വാർമിംഗ് അപ്പ് ദി എയർ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, വാർമിംഗ് അപ്പ് ദി എയറും ഒരു ഫംഗ്ഷൻ ആണ്. ഇനി ക്ലീനിങ് അപ്പ് ദി എയർ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ്, നോസ്ട്രിൽസിലെ ഹെയറിന്റെ പ്രസൻസ് കാരണം, നോസ്ട്രിൽ ഹെയറിന്റെ പ്രസൻസ് കാരണം എന്തുണ്ട്, ഡസ്റ്റ് ഇസ് ഫിൽട്ടേർഡ്. ഇതില് ഒരു കറക്ഷൻ ഉണ്ട് റിഗാർഡിംഗ് ദ ഫങ്ഷൻസ് ഓഫ് ആർ റെസ്പിറേറ്ററി സിസ്റ്റം. ഈ 4 റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. പക്ഷെ ഇതിലെന്താണ്, ഇതിലൊരു ആൻസർ നമുക്കിപ്പോ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയണം, ഇവിടെ ഒരു കണ്ടക്ടിങ് സോൺ ആഡ് ചെയ്യാം. അതായത് കണ്ടക്ടിങ് സോൺ ഉണ്ട്, എക്സ്ചേഞ്ച് സോണും ഉണ്ട്. അപ്പൊ കണ്ടക്ടിങ് സോൺ ആഡ് ചെയ്ത് നമുക്ക് ഏത് ഓപ്ഷൻ റോങ് ആണെന്ന് മാർക്ക് ചെയ്യാം. ക്ലീനിങ് അപ്പ് കണ്ടക്ടിങ് ചെയ്യുന്നുണ്ട്, വാർമിംഗ് അപ്പ് ചെയ്യുന്നുണ്ട്, ഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആരാണ് ചെയ്യുന്നത്, എക്സ്ചേഞ്ചിങ് സോൺ ആണ് ചെയ്യുന്നത്, കണ്ടക്ടിങ് സോൺ അല്ല. അല്ലാണ്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഡയറക്ട്ലി റെസ്പിറേറ്ററി സിസ്റ്റം ഏത് ഫംഗ്ഷനാ ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതിലൊരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ഫംഗ്ഷനും ആര് ചെയ്യുന്നുണ്ട്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ചെറിയ ക്വസ്റ്റ്യന് മോഡിഫിക്കേഷൻ നടത്തിയാൽ നമുക്ക് ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഓൾ ഓഫ് ദി മാർക്ക് ദി കറക്റ്റ് എൻട്രി എന്ന് തന്നിട്ട് ഓൾ ഓഫ് ദി അബവ് മറ്റോ വേണമായിരുന്നു. കാരണം ഓൾ ദീസ് ഓപ്ഷൻസ് ആർ ഡൺ ബൈ ദി റെസ്പിറേറ്ററി സിസ്റ്റം. പക്ഷെ കണ്ടക്ടിങ് സിസ്റ്റം എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ചെയ്യുന്നില്ല. ആൻസർ സി. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ suffers punctures in his chest cavity in an accident without any damage to the lungs. Its effect would be. അതായത് നമുക്കറിയാം എന്തുണ്ട്, നമുക്കൊരു thoracic cavity അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റി ഉണ്ട്. ആൻഡ് ഈ ചെസ്റ്റ് ക്യാവിറ്റിയിൽ ഏറ്റവും ബേസിൽ ഡയഫ്രം ഉണ്ട്, അതിന്റെ മേലെ ലങ്സ് ഉണ്ട്. ആൻഡ് ലങ്സ് കവേർഡ് വിത്ത് ഫ്ലൂറ. ആൻഡ് ലങ്സിന്റെ ഉള്ളിൽ ലങ് പാരൻകൈമ ഉണ്ട്. ഇനി ചെസ്റ്റ് ക്യാവിറ്റിക്ക് ഒരു പങ്ക്ചർ വന്നു, പക്ഷെ ഉള്ളിലുള്ള ലങ്സിന് ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ എന്ത് പറ്റി, അപ്പൊ എന്താണ് അതിന്റെ എഫക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻ ദിസ് കേസ് എന്ത് പറ്റുന്നുണ്ട്, നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് ആലോചിച്ച് നോക്കുക. അയാൾ ഇൻഹെയിൽ ചെയ്യാണ്. ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തുണ്ട്, നമ്മുടെ ഉള്ളിലൊരു നെഗറ്റീവ് പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻട്രാതൊറാസിക് പ്രഷർ ഉണ്ട്. ആ നെഗറ്റീവ് ഇൻട്രാതൊറാസിക് പ്രഷർ കാരണം നമ്മൾ ഇൻഹെയിൽ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് വൈൽ ഇൻഹെയിലിംഗ് there must be increase in pressure gradient. അപ്പോ ഡിഫറൻസ് ഇൻ പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ എന്ത് പറ്റുള്ളൂ, നമുക്ക് എന്ത് പ്രഷർ ഗ്രേഡിയന്റ് ഉണ്ടാവുമ്പോൾ പ്രഷർ ചേഞ്ച് വന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു, വോളിയം ചേഞ്ച് ഉണ്ടാവും. അതിനനുസരിച്ച് വോളിയം ചേഞ്ചിനനുസരിച്ച് നമ്മുടെ ലങ് പാരൻകൈമ എക്സ്പാൻഡ് ചെയ്യുന്നു, നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നു. എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, പോസിറ്റീവ് ഇൻട്രാതൊറാസിക് പ്രഷർ ആവുന്നു. ആൻഡ് നമ്മുടെ എയർ പുറത്തേക്ക് പോകുന്നു. ആൻഡ് ലങ് പാരൻകൈമ അതൊക്കെ വോളിയം കുറച്ച് കൊണ്ടുവരുന്നു. അപ്പൊ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, there must be a pressure gradient, അല്ലെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് വേണം. ഏത് തമ്മില്, ബിറ്റ്വീൻ നമ്മുടെ thoracic cavity ആൻഡ് ലങ്സ്. എന്നാലേ കണ്ടക്ഷൻ ഓഫ് എയർ നടക്കുള്ളൂ. അപ്പൊ thoracic cavity ഇൻഹെയിൽ ചെയ്യുമ്പോൾ എന്താ പറ്റുക, ആ പ്രഷർ ഗ്രേഡിയന്റ് കുറഞ്ഞു വരും. ആൻഡ് എക്സ്ഹെയിൽ ചെയ്ത് വരുമ്പോൾ there must be increase in the pressure gradient. അപ്പോ ഒരു പങ്ക്ചർ നടക്കാണ് ഇൻ ദി ചെസ്റ്റ് ക്യാവിറ്റി. അപ്പൊ എന്ത് പറ്റും, അവരുടെ പ്രഷർ ഗ്രേഡിയന്റ് ആണ് അഫക്റ്റഡ് ആവുന്നത്. അപ്പൊ അങ്ങനെ പ്രഷർ ഗ്രേഡിയന്റ് അഫക്റ്റഡ് ആയാൽ എന്ത് പറ്റും, പ്രഷർ ഗ്രേഡിയന്റ് അഫക്ട് ചെയ്താല് പ്രഷർ ഗ്രേഡിയന്റ് ഇല്ലാണ്ടാവും. അപ്പോ അങ്ങനെ വന്നാൽ പതുക്കെ ബ്രീതിങ് സ്റ്റോപ്പ് ആവും. കാരണം എന്താ, ഡിഫറൻസ് ഇൻ പ്രഷർ ഗ്രേഡിയന്റ് ഇല്ല, പിന്നെ ഇൻഹെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. there is no difference in pressure gradient. അപ്പോ പതുക്കെ സെഷേഷൻ ഓഫ് ബ്രീതിങ് ആണ് ഇതിൽ നടക്കാൻ പോകുന്നത്. അപ്പോ ഇൻഹെയിൽ ചെയ്യുമ്പോൾ there must be increase in the pressure gradient in lungs and thoracic cavity. ഇനി while inhaling decrease in pressure gradient നടക്കുന്നു. And while exhaling there is an increase in the pressure gradient. അപ്പോ പങ്ക്ചർ നടക്കുന്ന കേസിൽ നോ പ്രഷർ ഗ്രേഡിയന്റ്, അൾട്ടിമേറ്റ്ലി ആ പ്രഷർ ഗ്രേഡിയന്റ് പതുക്കെ നഷ്ടപ്പെട്ടു വരികയാണ്. അങ്ങനെ പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റൈൻഡ് ആവാണ്ടിരുന്നാൽ എന്ത് പറ്റുന്നു, ബ്രീതിങ് പതുക്കെ സെസേഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പേജ് നടക്കും. അതിന്റെ ആൻസർ എന്ത് പറയാൻ പറ്റും, റെഡ്യൂസ്ഡ് ബ്രീതിങ് റേറ്റ് അല്ല, റാപ്പിഡ് ഇൻക്രീസ് ഇൻ ബ്രീതിങ് റേറ്റ് അല്ല, നോ ചേഞ്ച് ഇൻ റെസ്പിറേഷൻ എന്ന് പറയാൻ പറ്റില്ല, സെസേഷൻ ഓഫ് ബ്രീതിങ്. ഓപ്ഷൻ ഡി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 കടക്കുകയാണെങ്കിൽ
എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇറ്റ് ഇസ് നോൺ ദാറ്റ് എക്സ്പോഷർ ടു കാർബൺ മോണോക്സൈഡ് ഇസ് ഹാർംഫുൾ ടു ആനിമൽസ് ബിക്കോസ്. എന്തുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് എക്സ്പോഷർ പറഞ്ഞാൽ ഇറ്റ് ഇസ് ഹാർംഫുൾ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ഇറ്റ് റെഡ്യൂസസ് CO2 ട്രാൻസ്പോർട്ട്. ഇറ്റ് റെഡ്യൂസസ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഓപ്ഷൻ സി, ഇറ്റ് ഇൻക്രീസസ് CO2 ട്രാൻസ്പോർട്ട്. ഓപ്ഷൻ ഡി, ഇറ്റ് ഇൻക്രീസസ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇതിൽ ഏത് ട്രാൻസ്പോർട്ട് എങ്ങനെയാണ് അഫക്റ്റ് ആവുന്നത്? ബൈ കാർബൺ മോണോക്സൈഡ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? കാർബൺ മോണോക്സൈഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്തെടുക്കുമ്പോൾ കാർബൺ മോണോക്സൈഡിന് എങ്ങനെയാണ് 200 ടൈംസ് അഫിനിറ്റി ആണ് ടു ഓക്സിജൻ. ഓക്സിജന് വേണ്ടി 200 ടൈംസ് അഫിനിറ്റി ആണ്. അപ്പൊ എന്ത് പറ്റും? ഓക്സിജൻ അല്ല, ഹീമോഗ്ലോബിനോട് കാർബൺ മോണോക്സൈഡിന് 200 ടൈംസ് അഫിനിറ്റി ആണ്. ദാൻ നമ്മുടെ ഓക്സിജന് എത്ര അഫിനിറ്റി ആണോ അത്രയും, അതിനെക്കാട്ടി 200 ടൈംസ് കൂടുതലായതുകൊണ്ട് എന്ത് പറ്റുന്നു? ഹീമോഗ്ലോബിനോട് ആര് പോയി ബൈൻഡ് ചെയ്യുന്നു? നമ്മുടെ കാർബൺ മോണോക്സൈഡ് ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ഓക്സിജൻ ബൈൻഡ് ചെയ്യുന്നില്ല. ഓക്സിജനുമായിട്ടുള്ള ബൈൻഡിങ് ഓക്സിജനുമായിട്ടുള്ള ബൈൻഡിങ് ഹീമോഗ്ലോബിൻ പതുക്കെ നിർത്തി കുറച്ച് വന്ന് അതൊക്കെ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് ബൈൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു സ്റ്റേബിൾ പ്രോഡക്റ്റ് ഫോം ചെയ്യും, വിച്ച് ഇസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ മെയിൻ സാധനം ടിഷ്യൂസിന് ആവശ്യമില്ല, ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആരില്ല? ഹീമോഗ്ലോബിന്റെ കുറവ് വരികയാണ് ടു ട്രാൻസ്പോർട്ട് ഇനഫ് ഓക്സിജൻ. ഹീമോഗ്ലോബിൻ ബിക്കംസ് അൺഅവൈലബിൾ ഫോർ ഓക്സിജൻ ട്രാൻസ്പോർട്ട്. അപ്പൊ ഓക്സിജൻ നമ്മുടെ ടിഷ്യൂസിൽ എത്തിയില്ലെങ്കിൽ എന്ത് പറ്റും? പതുക്കെ ആനിമൽ അതിനുള്ള ഡെട്രിമെന്റൽ എഫക്ട്സ് കാണിക്കാൻ തുടങ്ങും. ആൻഡ് ഇറ്റ് ഇസ് ഹാർംഫുൾ ടു ദി ആനിമൽ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് റെഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയാനാണെങ്കിൽ എന്താണ്? അതിവിടായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇനി ഇറ്റ് ഇൻക്രീസസ് കാർബൺ ഡൈ ഓക്സൈഡും ഇതായിട്ട് എന്തില്ല? യാതൊരു ബന്ധവും ഇല്ല. ഇനി ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെയാണ് കാർബൺ മോണോക്സൈഡ് അഫക്ട് ചെയ്യുന്നത്. ആൻഡ് ഓക്സിജൻ എന്താണ് ചെയ്യുന്നത്? ഇൻക്രീസസ് ആണോ ഡിക്രീസസ് ആണോ? ഇറ്റ് റെഡ്യൂസസ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി, ഇറ്റ് റെഡ്യൂസസ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാർക്ക് ദി ട്രൂ സ്റ്റേറ്റ്മെന്റ് അമംഗ് ദി ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു നോർമൽ ബ്രീത്തിങ്. അതായത് നോർമൽ ബ്രീത്തിങ്ങിന്റെ സംബന്ധമായിട്ട് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഓപ്ഷൻ എ, ഇൻസ്പിറേഷൻ ഇസ് എ പാസീവ് പ്രോസസ് വേറസ് എക്സ്പിറേഷൻ ഇസ് ആക്റ്റീവ്. ഇൻസ്പിറേഷൻ ഇസ് എൻ ആക്റ്റീവ് പ്രോസസ് വേറസ് എക്സ്പിറേഷൻ ഇസ് പാസീവ്. രണ്ടും ആക്റ്റീവ് ആണ്, രണ്ടും പാസീവ് ആണ്. അപ്പോ നമുക്ക് നമുക്കറിയാം നമുക്ക് കൂടുതൽ വർക്ക് ഓഫ് ബ്രീത്തിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ എഫേർട്ട് എന്താണ്? ഇൻസ്പിറേഷൻ ആണോ എക്സ്പിറേഷൻ ആണോ? നമുക്കറിയാം ഇൻസ്പിറേഷൻ ആണ് കുറച്ചും കൂടി എഫേർട്ട് റിക്വയറിംഗ് ആയിട്ടുള്ള പ്രോസസ്. അപ്പൊ ഇൻസ്പിറേഷൻ ആണ് ആക്റ്റീവ് ആൻഡ് എക്സ്പിറേഷൻ എങ്ങനെയാണ്? പാസീവ് പ്രോസസ് ആണ്. ഇൻസ്പിറേഷൻ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേഷന് ആരൊക്കെ കോംപ്ലിമെന്റ് ചെയ്യുന്നത്? നമ്മുടെ ഇൻസ്പിരേറ്ററി മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻസ്പിറേഷൻ കഴിഞ്ഞ് എക്സ്പിറേഷൻ വരുമ്പോൾ അതെങ്ങനെയാണ്? അത് പാസീവ്ലി ഓൺ ഇറ്റ്സ് ഓൺ നടക്കാണ് ബൈ ദ റിലാക്സേഷൻ ഓഫ് ഇൻസ്പിരേറ്ററി മസിൽ. അപ്പൊ ഇൻസ്പിരേറ്ററി മസിൽ കൺട്രാക്ട് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥ വരുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. എക്സ്പിറേഷൻ കമ്പാരിറ്റീവ്ലി എന്താണ്? പാസീവ് ആണ്. വലിയ വർക്ക് ഓഫ് ബ്രീത്തിങ് അല്ലെങ്കിൽ എഫേർട്ട് റിക്വയർ ചെയ്യാത്ത പ്രോസസ് ആണ് എക്സ്പിറേഷൻ. അതിന്റെ ആൻസർ ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 6. എ പേഴ്സൺ ബ്രീത്ത്സ് ഇൻ സം വോളിയം ഓഫ് എയർ ബൈ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. ദ ക്വാണ്ടിറ്റി ഓഫ് എയർ ടേക്കൺ ഇൻ ഇസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ അതിൽ എന്തെയാണ്? ആദ്യം ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്നു ആദ്യം ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അയാള് കംപ്ലീറ്റ്ലി എംപ്റ്റി ചെയ്യാൻ നോക്കുന്നു. ആൻഡ് ഇൻസ്റ്റന്റ്ലി അയാൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്നു. അപ്പൊ ഇതിന് ഈ ക്വാണ്ടിറ്റി ഓഫ് എയറിന് നമ്മൾ എന്ത് പറയുന്നതാണ് പറയുന്നത്? എങ്ങനെയാണ്? നമ്മൾ വൈറ്റൽ കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ പഠിച്ചപ്പോ എന്താണ് പറഞ്ഞത്? അതായത് മാക്സിമം വോളിയം ഓഫ് എയർ ഒരു പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ മാക്സിമം വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ. അതായത് ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ കഴിഞ്ഞ് മാക്സിമം നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത് amount, അല്ലെങ്കിൽ മാക്സിമം ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കുക. മാക്സിമം ഇൻസ്പിറേഷൻ, മാക്സിമം എയർ കളയുക എന്നിട്ട് മാക്സിമം വലിച്ചെടുക്കുക, അല്ലെങ്കിൽ മാക്സിമം എയർ ഇൻസ്പയർ ചെയ്ത് മാക്സിമം എത്ര എക്സ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏത് കപ്പാസിറ്റി എന്ന് പറയുന്നത്? വൈറ്റൽ കപ്പാസിറ്റി. ആൻഡ് വൈറ്റൽ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? അറൌണ്ട് 3.4 ലിറ്റർ ടു 4.8 ലിറ്റർ. ഇത്രയാണ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്താന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? അതായത് നമ്മൾ മാക്സിമം ഇൻസ്പയർ ചെയ്തു ഓൾറെഡി, ആൻഡ് മാക്സിമം ഇൻസ്പയർ ചെയ്ത് എടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്?
കംപ്ലീറ്റ്ലി ആ ഹോൾഡ് ഇൻ ചെയ്ത് വെക്കാണ് മാക്സിമം ഇൻസ്പയർ ചെയ്ത്. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് മാക്സിമം ഇൻസ്പിറേഷൻ ആ ഹോൾഡ് ഇൻ ചെയ്ത എയറും കൂടി കൂട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലങ് കപ്പാസിറ്റി, അതായത് വോളിയം ഓഫ് എയർ പ്രസന്റ് ഇൻ ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി പാസേജ് ആഫ്റ്റർ മാക്സിമം ഇൻസ്പിറേഷൻ. ആഫ്റ്റർ മാക്സിമം ഇൻസ്പിറേഷൻ ഇവിടെ എന്താണ് നടക്കുന്നത്? ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ ചെയ്ത് കംപ്ലീറ്റ്ലി അഗെയിൻ സം വോളിയം എന്ത് ചെയ്തു? ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ക്വാണ്ടിറ്റി ഓഫ് എയർ ടേക്കൺ ഇൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ടേക്ക് ഇൻ ചെയ്യുന്നത് എന്ത് പറയും? അതായത് വൈറ്റൽ കപ്പാസിറ്റി. ഇനി ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്താണ്? നോർമലി, അതായത് ഫോഴ്സ്ഫുള്ളി ഒന്നുമില്ല, നോർമലി നമ്മൾ ടേക്കൺ ഇൻ ചെയ്യുന്ന അല്ലെങ്കിൽ ദ നോർമൽ എമൗണ്ട് ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് നോർമൽ ബ്രീത്തിങ്. ഇനി ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് നമ്മുടെ റെസിഡ്യുവൽ വോളിയത്തിനാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ ഏതായിരിക്കും? ആൻസർ വിൽ ബി വൈറ്റൽ കപ്പാസിറ്റി, ഓപ്ഷൻ സി. IRV പ്ലസ് TV ആണ്, റെസിഡ്യുവൽ വോളിയം അല്ല. അപ്പോ ബേസിക്കലി ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഈസി ഡയഗ്രാം ഉണ്ട്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് നിങ്ങൾക്ക് ഈസിലി ഇതിന്റെ ഇത് മനസ്സിലാക്കാനുണ്ട്. ആ ഡയഗ്രാം ഞാൻ ജസ്റ്റ് ഒന്ന് വരക്കാം. ഒരു വാട്ടർ ടാങ്ക് ആലോചിക്കുക. ഒരു വാട്ടർ ടാങ്ക് ആലോചിക്കുക, അതിനെ കുറച്ച് ഹൈറ്റ് അബവ് ഒരു ടാപ്പ് ഉള്ളതായിട്ട് ആലോചിക്കുക. ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിന് കുറച്ച് മേലെ ഒരു ടാപ്പ് ഉണ്ട്. ആൻഡ് നമുക്കറിയാം എന്ത്? വി ആർ ഇമാജിനിങ് ദിസ് ടാപ്പ് ടു ബി ക്ലോസ്ഡ്. ഈ ടാപ്പിനെ ക്ലോസ് ചെയ്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഫുൾ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാണ് ഈ വാട്ടർ ടാങ്ക്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പൊ അതൊക്കെ ഈ ടാപ്പ് തുറന്നു വിടാണ്. ടാപ്പ് തുറന്നു വിടും അഗെയിൻ നെക്സ്റ്റ് എന്ത് പറ്റുന്നു? നമുക്കറിയാം ഇവിടം വരെയുള്ള വെള്ളം എന്ത് ചെയ്തു? ഡ്രിപ്പ് ചെയ്ത് പോയി. പക്ഷെ ഇത്രയും വെള്ളം എന്ത് പറ്റും? അത് ബേസിക് സ്റ്റോറിങ് ആയിട്ടുള്ള വെള്ളമാണ്. കാരണം ടാപ്പ് ഇത്ര ഹൈറ്റിലായതുകൊണ്ട് ഈ സ്റ്റോർ ചെയ്ത വെള്ളം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒഴിച്ച് കളയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ലങ്ങുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലങ്ങിൽ എപ്പോഴും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് റെസിഡ്യുവൽ വോളിയം ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് പറ്റും? ആൽവലൈ കൊളാപ്സ് ആയി പോകും. ആൽവലൈ കൊളാപ്സ് ആയി പോയാൽ പിന്നെ അത് തിരിച്ച് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബേസിക്കലി ടോട്ടൽ എക്സ്പിറേഷൻ കഴിഞ്ഞാലും സം എമൗണ്ട് ഓഫ് റെസിഡ്യുവൽ ഹെയർ, അതായത് അവിടെ തന്നെ റിസൈഡ് ചെയ്യുന്ന ഒരു ചേഞ്ചും ഇല്ലാണ്ട് എങ്ങനെ എക്സ്പിറേറ്ററി വോളിയം വെച്ച് കളഞ്ഞാൽ നോക്കിയാലും, എത്ര ഈ ടാപ്പ് തുറക്കാൻ നോക്കിയാലും അതിൽ നിന്ന് ആ ലങ്ങിൽ നിന്ന് പോവാത്ത ഒരു എമൗണ്ട് ഓഫ് എന്തുണ്ട്? എമൗണ്ട് ഓഫ് എയർ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റെസിഡ്യുവൽ വോളിയം. ഇനി ടാപ്പ് തുറക്കുന്നത് നമ്മളൊരു ഫോഴ്സ്ഫുൾ ആക്ഷൻ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇത് ഇത്രയും നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഫോഴ്സിബ്ലി എക്സ്പെൽ ചെയ്യാണ് ആഫ്റ്റർ മാക്സിമം ഡീപ്പ് ഇൻഹലേഷൻ. ഫോഴ്സിബ്ലി എക്സ്പെൽഡ് എമൗണ്ട് ഓഫ് എയർ ആഫ്റ്റർ മാക്സിമം ഇൻഹലേഷൻ. അതായത് ഡീപ്പ് ഇൻഹലേഷൻ കഴിഞ്ഞ് നമുക്ക് എത്രത്തോളം എക്സ്പെൽ ചെയ്യാൻ പറ്റുമോ അതാണ് എന്തെന്ന്? നമ്മുടെ ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. അറ്റ് ദി എൻഡ് ഓഫ് ഡീപ്പ് മാക്സിമൽ എക്സലേഷൻ, അതായത് നമ്മൾ മാക്സിമം ഇൻഹേൽ ചെയ്ത് വെക്കാണ്, ഒന്നും പുറത്തേക്ക് വിടുന്നില്ല, മാക്സിമം ഇൻഹേൽ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ ആ ടോട്ടൽ ലങ്ങിൽ എത്രയുണ്ടോ അതിനെയാണ് നമ്മൾ TLC, ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതായത് അക്കോമഡേറ്റഡ് ഇൻസൈഡ് ദി ലങ്സ് അറ്റ് ദി എൻഡ് ഓഫ് ഡീപ്പ് മാക്സിമൽ ഇൻഹലേഷൻ. ഓ, വാട്ടർ തിരിച്ച് ഫില്ല് ചെയ്യുന്നതാണ് ഡീപ്പ് ഇൻഹലേഷൻ ആയിട്ട് കണക്കാക്കാണ്. വാട്ടർ തുറക്കുന്നത് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഓൾവേസ് ഒരു RV ഉണ്ടാവും. അതിന്റെ കൂടെ നമ്മൾ ഫോഴ്സിബ്ലി ഇൻസ്പയർ ചെയ്തത് അല്ലെങ്കിൽ ഫോഴ്സിബ്ലി എക്സ്പെൽഡ് ആഫ്റ്റർ മാക്സിമം ഇൻഹലേഷൻ FVC ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി ആയിട്ട് കണക്കാക്കിയാൽ ഈ ടോട്ടൽ എമൗണ്ടിന് നമുക്ക് TLC എന്ന് പറയാൻ പറ്റും. നോർമൽ നമ്മുടെ ലങ്സ് എങ്ങനെ ഈ ഒരു പോയിന്റിലാന്ന് വിചാരിക്കും. അപ്പൊ നോർമൽ ബ്രീതിങ്ങിൽ ഞാൻ കുറച്ച് എന്ത് ചെയ്തു? ഇൻസ്പയർ ചെയ്തു. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ടൈഡൽ വോളിയം. ഇനി ഇതേപോലെ നമ്മൾ നോർമൽ ആയിട്ട് എക്സ്പെൽ ചെയ്തു. ആ എക്സ്പെൽ ചെയ്തതിനെ അഗെയിൻ നമ്മൾ എന്തെന്ന് വിളിക്കും? ടൈഡൽ വോളിയം എന്ന് വിളിക്കും. ഇനി ഞാൻ നോർമലി ബ്രീത്ത് ഇൻ ചെയ്തു, പക്ഷെ ഒരു ഫോഴ്സ്ഫുൾ എമൗണ്ടിൽ അഗെയിൻ ബ്രീത്ത് ഇൻ ചെയ്യാണ്. അപ്പൊ ഫോഴ്സ്ഫുള്ളി നമ്മൾ ഒന്നും കൂടി വലിച്ചു ആഫ്റ്റർ നോർമൽ ബ്രീത്തിങ് ഇൻ. അപ്പൊ നമുക്ക് എന്തുണ്ട്? അതായത് ആഫ്റ്റർ ടൈഡൽ ഇൻസ്പിറേഷൻ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി വോളിയം ഓഫ് എയർ ഇൻഹെയിൽഡ് വിത്ത് എഫേർട്ട്. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗത്തിന് എന്തെന്ന് വിളിച്ചു? ഇതിനെ 2 എന്ന് പറഞ്ഞാൽ ഈ 2നെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ച ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. അതായത് ടൈഡൽ ഇൻസ്പിറേഷൻ കഴിഞ്ഞ് നോർമൽ ഇൻസ്പിറേഷൻ കഴിഞ്ഞ് ഏറ്റവും മാക്സിമം എമൗണ്ട് വി കൻ പോസിബിളി ഇൻസ്പയർ,
അതാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇതേ ഈ മൊമെന്റിൽ ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, എല്ലാം ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ ഒറ്റയടിക്ക് എന്ത് ചെയ്തു തിരിച്ചു വിടുകയാണ്. അപ്പോ എല്ലാത്തിനെയും എക്സ്പയർ ചെയ്ത് കളയാണ്, എക്സ്പെൽ ചെയ്ത് കളയാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും, ഈ എക്സ്പെൽ ചെയ്യുന്ന എമൗണ്ടിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. അതായത് നമ്മൾ ഓൾറെഡി വിട്ട് കളഞ്ഞിട്ട് എത്രയാണോ ആ വിട്ട് കളഞ്ഞ എയർ വിച്ച് ഇസ് ഫോഴ്സ്ഡ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി എത്ര വിട്ട് കളഞ്ഞാലും ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എയർ നമുക്ക് ബാക്കിയുണ്ടെന്ന് അറിയാലോ. ആ ബാക്കിയുള്ള എമൗണ്ടിന് നമ്മൾ എന്തെന്ന് പറയും, റെസിഡ്യൽ വോളിയം. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് റെസിഡ്യൽ വോളിയം എന്ന് പറയും. ഇനി ഈ ഇൻ കേസ് ഇവിടെ ഞാൻ നോർമലി എക്സ്പയർ ചെയ്ത് കഴിയാണ്. ഇനി നോർമലി എക്സ്പയർ ചെയ്ത സ്ഥലത്ത് നിന്ന് അഗെയിൻ നമ്മൾ എഫേർട്ട് വെച്ച് ഫോഴ്സ്ഫുള്ളി എക്സ്ഹെയിൽ ചെയ്യാൻ നോക്കിയാലും അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഈ 3നെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ഈ എക്സ്പിരേറ്ററി റിസർവ് വോളിയം കഴിഞ്ഞാലും നമ്മുടെ ലങ്ങിൽ എത്ര ഉണ്ടാവും, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എയർ എപ്പോ നോക്കിയാലും ഉണ്ടാവും. അതാണ് എന്തെന്ന്, റെസിഡ്യൽ വോളിയം. അപ്പോ ഇത്രയും എയർ എന്തായാലും ഉണ്ട്. അതിന്റെ മേലെയാണ് നമ്മൾ ബാക്കി ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്നതും ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുന്നതും നോർമലി ബ്രീത്ത് ഇൻ ചെയ്യുന്നതും. അപ്പൊ ഇത്രയാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ ഇൻസ്പയർഡ് അല്ലെങ്കിൽ എക്സ്പയർഡിനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ഈ വാട്ടർ ടാങ്ക് കോൺസെപ്റ്റ് വെച്ച് ആലോചിച്ച് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, പേഴ്സൺ ബ്രീത്ത്സ് ഇൻ സം വോളിയം ഓഫ് എയർ ബൈ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ കഴിഞ്ഞ് വോളിയം കുറച്ച് ഇൻസ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അയാളുടെ ഉള്ളിൽ എന്താണുള്ളത്, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഇനി അത് കഴിഞ്ഞ് അയാൾ എന്താണ്, ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ നടത്താണ്. അല്ലെങ്കിൽ നേരെ തിരിച്ചു ആലേക്കും, ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ നടത്തി ഇപ്പൊ റെസിഡ്യൽ വോളിയം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇല്ലടത്ത് അയാൾ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ നടത്താണ്. ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ ആണ് മാക്സിമം കപ്പാസിറ്റിയിലേക്ക് പോകും എക്സെപ്റ്റ് റെസിഡ്യൽ വോളിയം. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, FVC അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും, സി. 7th ക്വസ്റ്റ്യൻ, മാർക്ക് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ കോണ്ടെക്സ്റ്റ് ടു ഓക്സിജൻ ബൈൻഡിങ് ടു ഹീമോഗ്ലോബിൻ. അപ്പൊ ഓക്സിജനും ഹീമോഗ്ലോബിനും ബൈൻഡിങ് അത് ഏത് കണ്ടീഷനാണ് നടക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ചാപ്റ്റർ പഠിച്ചപ്പോ. ഇതിൽ ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോവർ PCO2 ആൻഡ് ഹയർ PO2. അപ്പൊ ഓക്സിജൻ ബൈൻഡ് ചെയ്യണം ഹീമോഗ്ലോബിനോട്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയായിരിക്കും, ഒന്ന് ഹൈ PO2. അപ്പൊ ഹൈ PO2 വേണം. അതിന്റെ കൂടെ തന്നെ എന്ത് വേണം, ലോ PCO2 വേണം. അപ്പോ ലോ PCO2 എന്ന് പറയുന്നത് എന്താണ്, ലോ PCO2 റിക്വയർഡ് ആണെങ്കിൽ ലോ ഹൈ pH റിക്വയർഡ് ആണ്. കാരണം എന്താ, PCO2 കുറയാണ്. അതായത് CO2 മെയിൻലി അസിഡിക് എൻവയൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അസിഡിക് എൻവയൺമെന്റ് കുറയാണ്. അസിഡിക് എൻവയൺമെന്റ് കുറയാന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറയാണ്, കൂടുതൽ ആൽക്കലിനിറ്റിയിലേക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ ആലോചിക്കുമ്പോൾ pH എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അപ്പൊ pH ഇൻക്രീസിങ്. ഇനി ടെമ്പറേച്ചർ എന്ത് പറ്റുമ്പോഴാണ് നമ്മുടെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ബൈൻഡിങ് നടക്കുന്നത്, ലോ ടെമ്പറേച്ചർ ആണ് ഫേവർ ചെയ്യുന്നത് ഓക്സിജൻ ബൈൻഡിങ് ടു ഹീമോഗ്ലോബിൻ. ആൻഡ് ഹയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഹയർ ടെമ്പറേച്ചറിൽ ഇതിന്റെ അഫിനിറ്റി കുറയും ഓക്സിജൻ വിത്ത് ഹീമോഗ്ലോബിന്റെ. അപ്പോൾ ഇറ്റ് ഫേവേഴ്സ് ദി ഓക്സിജൻ അൺലോഡിങ് ആൻഡ് ഫൈനൽ ഡെലിവറി ടു ടിഷ്യൂസ്. അപ്പൊ ടിഷ്യൂസിലേക്ക് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്, നമ്മുടെ ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ഇതില് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഹയർ pH എന്ന് പറയുന്നത് എന്താണ്, കറക്റ്റ് ആണ്. ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. ലോ PCO2 എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. ഹൈ PO2 എന്ന് പറയുന്നതും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിന്റെ ആൻസർ ഇതില് ഇല്ല. അഗെയിൻ അടുത്ത എറർ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിലില്ല. ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ തിരിച്ചു മറിച്ചാക്കിയിട്ട് നമുക്ക് ഇത് ഓപ്ഷൻ വേണമെങ്കിൽ ശരിയാക്കാൻ പറ്റും. അത് ഈ PH എന്നുള്ളതിന്റെ ഓപ്ഷൻ ലോ PH എന്ന് കൊടുക്കാനാണെങ്കിൽ ഈ ഓപ്ഷൻ ഉണ്ടാവും, തെറ്റാവും. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് A എന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. പ്രിന്റിംഗ് എറർ ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഈ ഓപ്ഷൻ മോഡിഫൈ ചെയ്യുന്നത് ടു ഗെറ്റ് an ആൻസർ, ആ സേക്ക് ഓഫ് കംപ്ലീഷന് വേണ്ടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഇതിനെന്താണ് ആൻസർ ഇല്ല, ക്വസ്റ്റ്യനെ ഇൻകറക്റ്റ് ആണ്. ഇനി 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് which of the following statements is incorrect regarding respiratory system. റെസ്പിറേറ്ററി സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നത് ഈച്ച് ടെർമിനൽ bronchiole give rise to a network of bronchi. Option B, alveoli are highly vascularized. Option C, lungs are covered by a double layered membrane. Pleural fluid reduces the friction on the lung surface. ഈ ക്വസ്റ്റൻ എന്താണ്, ഈസിയാണ്. കാരണം എന്താ, ഈച്ച് ടെർമിനൽ ബ്രോങ്കിയോൾ എന്തിലേക്ക് പോകുന്നതാണ് നമ്മൾ പഠിച്ചത്, റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ ആവുന്നതാണ് പഠിച്ചത്. അല്ലാണ്ട്
നേരെ വന്ന് ബ്രോങ്കൈയിലേക്ക് ഡൗൺ അല്ല പഠിച്ചത്. ഗിവ് റൈസ് ടു നെറ്റ്വർക്ക് ഓഫ് ബ്രോങ്കൈ അല്ല, റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ ഇൻകറക്റ്റ് ആയി, അപ്പൊ അത് ആൻസർ ആവുന്നു. ഇനി ഓപ്ഷൻ ബി നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബിയില് ആൽവിലയർ ഹൈലി വാസ്കുലറൈസ്ഡ്, എന്താണ് ഹൈലി വാസ്കുലറൈസ്ഡ് ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇനി ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ലങ്സ് ആർ കവേർഡ് ബൈ എ ഡബിൾ ലേഡ് മെംബ്രെയിൻ. നമുക്കറിയാം ലങ്സ് ആർ കവേർഡ് ബൈ പ്ലൂറ, അതില് 2 ലെയർ ഉണ്ട്. ഒന്ന് ഏറ്റവും പുറത്തത്തെ ഔട്ടർ മോസ്റ്റ് പെറൈറ്റൽ പ്ലൂറ, അതിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള വിസറൽ പ്ലൂറ. ഇനി ഇതിന്റെ 2 ലെയേഴ്സിന്റെയും ഡബിൾ മെംബ്രെയിന്റെ അടുത്ത് ഒരു ഫ്ലൂയിഡും ഉണ്ട്. അപ്പൊ ആ ഫ്ലൂയിഡ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? പ്ലൂറൽ ഫ്ലൂയിഡ് നമ്മൾ അതിന് വിളിച്ചു. ഇറ്റ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ഫ്രിക്ഷൻ ഓൺ ദി ലങ് സർഫസ്. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? 8th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ. 9th ക്വസ്റ്റ്യൻ ഇൻസിഡൻസ് ഓഫ് emphysema, a respiratory disorder, is high in cigarette smokers. In such cases എന്താണ് ആക്ച്വലി നടക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഓപ്ഷൻ എ bronchioles are found damaged, ഓപ്ഷൻ ബി alveolar walls are found damaged, ഓപ്ഷൻ സി plasma membrane is found damaged, respiratory muscles are found damaged. അപ്പോ എന്താണ് എംഫിസീമ എന്ന് പറയുന്ന ഒരു ക്രോണിക് ഡിസോർഡർ ആണ്. ആൻഡ് ഈ ക്രോണിക് ഡിസോർഡർ ഇതിൽ എന്ത് പറ്റാണ്? നമ്മുടെ റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയാണ്. റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയാണ്. കാരണം എന്താണ്? നമ്മുടെ എക്സ്ചേഞ്ച് നടത്തുന്ന ആൽവിലൈന്റെ വാൾസ് ആർ ഡാമേജ്ഡ്. ആൽവിലാർ വാൾസ് ആർ ഡാമേജ്ഡ്. അപ്പൊ സ്മോക്കിംഗ് കാരണം, സ്മോക്കിങ്ങിലെ കെമിക്കൽസ് കാരണം എക്സ്ചേഞ്ച് നടക്കുന്ന ആൽവിലിന്റെ വാളിന് എന്ത് പറ്റാണ്? ഡാമേജ് പറ്റാണ്. അതിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടുവാണ്, ചെറുങ്ങനെ ഡൈലേറ്റഡ് ആയി അങ്ങനെ തന്നെ ആവാണ്. അതിന്റെ ഒരു കംപ്ലയൻസ് നഷ്ടപ്പെട്ടു പോവാണ്. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ റെസ്പിറേറ്ററി എഫിഷ്യൻസി അതിനനുസരിച്ച് കുറയും. അപ്പൊ അതിന് ആൻസർ എന്താണ്? ആൽവിലാർ വാൾസ് ആർ ഫൗണ്ട് ഡാമേജ്ഡ്. ഇനി 10th ക്വസ്റ്റ്യൻ റെസ്പിറേറ്ററി പ്രോസസ് ഇസ് റെഗുലേറ്റഡ് ബൈ certain specialized centers in the brain. One of the following centers can reduce the inspiratory duration upon stimulation. അത് ഏത് സെന്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മെഡുലറി ഇൻസ്പിറേറ്ററി സെന്റർ, ഓപ്ഷൻ ബി ന്യൂമോടാക്സിക് സെന്റർ, ഓപ്ഷൻ സി ആപ്നിയോസിക് സെന്റർ ആൻഡ് ഓപ്ഷൻ ഡി കീമോ സെൻസിറ്റീവ് സെന്റർ. ഇനി ഓരോന്നിനെയും ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ആദ്യം ന്യൂമോടാക്സിക് സെന്റർ നോക്കുകയാണെങ്കിൽ അത് എവിടെയാണ്? ന്യൂമോടാക്സിക് സെന്റർ നമ്മുടെ പോൺസിലാണ് കാണാൻ പറ്റുന്നത്, അതായത് ഡോർസൽ പാർട്ട് ഓഫ് പോൺസ്. ആൻഡ് ന്യൂമോടാക്സിക് സെന്ററിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ ഇത് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം ഓരോന്നിന്റെ ഫംഗ്ഷനും, അല്ലാണ്ട് ലോജിക്കലി ചിന്തിച്ചെഴുതാന്ന് പറഞ്ഞ് വിട്ടു കളയരുത്. അപ്പോ ഡോർസൽ പാർട്ട് ഓഫ് പോൺസിൽ കാണുന്ന ന്യൂമോടാക്സിക് സെന്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് ഓൾട്ടർ റെസ്പിറേറ്ററി റേറ്റ്. ഇൻസ്പിറേഷന്റെ ഡ്യൂറേഷൻ കുറക്കുക, ഓൾട്ടർ റെസ്പിറേറ്ററി റേറ്റ്. ഇനി ആപ്നിയോസ്റ്റിക് സെന്റർ എന്താണ്? ഇതും അഗെയിൻ ലോവർ പാർട്ട് ഓഫ് പോൺസിലാണ് ലൊക്കേറ്റഡ് ആൻഡ് ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊമോട്ടിംഗ് ഇൻസ്പിറേഷൻ. അടുത്ത എന്താണ്? കീമോസെൻസിറ്റീവ് സെന്റർ. കീമോസെൻസിറ്റീവ് സെന്റർ എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഹൈലി സെൻസിറ്റീവ് ടു CO2 ആൻഡ് ഹൈഡ്രജൻ അയൺസ്. അപ്പോ നമ്മുടെ ബോഡിയിൽ CO2 ഹൈഡ്രജൻ അയൺസും കൂടുന്ന സമയത്ത് ഈ സെന്റർ ആക്ടിവേറ്റഡ് ആവുന്നു ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ എലിമിനേഷൻ ഓഫ് CO2 ആൻഡ് H+. അതായത് CO2ന്റെ എലിമിനേഷൻ ഇതിവിടെ വിത്തൗട്ട് ദി റിക്വയർമെന്റ് ഓഫ് ഓക്സിജൻ. ഓക്സിജനെ ഡിറ്റക്ട് ചെയ്യുന്നില്ല. ഓക്സിജൻ കൂടുതലാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ഇത് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? CO2 കൂടുമ്പോ ആൻഡ് H+ കൂടുമ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി ടു CO2 ആൻഡ് H+. അത് കൂട്ടുമ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് അതേപോലെ മോഡറേറ്റ് ചെയ്തിട്ട് എന്ത് പറ്റും? ഇറ്റ് ഹെൽപ്സ് ഇൻ എലിമിനേഷൻ ഓഫ് CO2 ആൻഡ് H+. ഇനി മെഡുലറി ഇൻസ്പിറേറ്ററി സെന്റർ പേരിൽ തന്നെ ഉണ്ട്, ലൊക്കേറ്റഡ് ഇൻ മെഡുല ഓഫ് ദി ബ്രെയിൻ ആൻഡ് ഇതെന്തായത്? റെഗുലേറ്റിംഗ് റെസ്പിറേറ്ററി റിതം. അപ്പോ ഇതിൽ ചോദിച്ചത് എന്താ? വിച്ച് ക്യാൻ റെഡ്യൂസ് ദി ഇൻസ്പിറേറ്ററി ഡ്യൂറേഷൻ അപ്പോൺ സ്റ്റിമുലേഷൻ. നമ്മളത് ഏതിന് അഗേൻസ്റ്റ് ആണ് പഠിച്ചത്? ഇൻസ്പിറേറ്ററി ഡ്യൂറേഷനും ഓൾട്ടറിംഗ് റെസ്പിറേറ്ററി റേറ്റും പഠിച്ചത് ന്യൂമോടാക്സിക് സെന്റർ, ഓപ്ഷൻ ബി. ഇനി 11th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്യുന്നു ഫ്രം കാർബാമിനോ ഹീമോഗ്ലോബിൻ വെൻ. എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബാമിനോ ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻസ് വായിച്ചു നോക്കാം. PCO2 കൂടുതൽ, PO2 കുറവ്. ആൻഡ് PCO2ന്റെ PO2ന്റെയും
കോൺസെൻട്രേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇത് പറയേണ്ടത്, പാർഷ്യൽ പ്രഷർ അനുസരിച്ചാണ് പറയേണ്ടത്. അപ്പോ എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് പാർഷ്യൽ പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാന്ന് വിചാരിക്കുക ആൻഡ് ഓക്സിജൻ കുറവാന്ന് വിചാരിക്കുക. അപ്പോ ടിഷ്യൂസിൽ എന്താണ് ആക്ഷൻ നടക്കുന്നത്? ടിഷ്യൂസിൽ എല്ലാത്തിൽ നിന്നും വേണ്ടാത്ത കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് കൊണ്ടുവന്ന് അതിൽ ലോ ഓക്സിജൻ ആയിരിക്കും. അവിടുന്ന് നമ്മുടെ ട്രാൻസ്ഫർ നടത്തും, എക്സ്ചേഞ്ച് നടത്തി ആൻഡ് നമ്മുടെ പുതിയ ബ്ലഡ് വരുന്നു ആൻഡ് ആ ഓക്സിജനേഷൻ നടന്ന് കൂടിയ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എമിറ്റ് ചെയ്ത് പുറത്തോട്ട് കളയുന്നു ആൻഡ് കുറഞ്ഞ ഓക്സിജൻ കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നു. ഇതാണ് ടിഷ്യൂ ലെവലിൽ നടക്കുന്നത്. അപ്പോ ടിഷ്യൂ ലെവലിൽ ബേസിക്കലി എടുത്ത് നോക്കിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും ഓക്സിജൻ കുറവുമായിരിക്കും. ഇനി ആൽവലൈ ലെവലിൽ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുക? അതായത് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുതലായിരിക്കും. അതേപോലെ CO2ന്റെ പാർഷ്യൽ പ്രഷർ എങ്ങനെയായിരിക്കും? CO2ന്റെ പാർഷ്യൽ പ്രഷർ കുറവും ആയിരിക്കും. അപ്പോ എപ്പോഴാണ് ഡിസോസിയേഷൻ നടക്കുക എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? കാർബാമിനോ ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ നടത്തിയിട്ട് വേണം എന്ത് പറ്റുന്നത്? നമ്മുടെ ഹീമോഗ്ലോബിന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യാൻ? ബൈൻഡിങ് കളയാൻ. ആൻഡ് ബൈൻഡിങ് കളഞ്ഞ് നമുക്ക് പുറത്തേക്ക് എമിറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതിൽ ഏത് കണ്ടീഷൻ പറയാൻ പറ്റും? ഡിസോസിയേഷൻ ഫ്രം കാർബാമിനോ ഹീമോഗ്ലോബിൻ. ഏത് ലെവലിലാണ് ഡിസോസിയേഷൻ നടക്കുന്നത്? അറ്റ് ദി ടിഷ്യൂ ലെവൽ. അറ്റ് ദി ടിഷ്യൂ ലെവൽ എങ്ങനെയാണ്? ഓക്സിജൻ കുറവും കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുമാണ്. അപ്പൊ ഡിസോസിയേഷൻ ഓഫ് കാർബാമിനോ ഹീമോഗ്ലോബിൻ എന്ന് വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് നടക്കണമെങ്കിൽ അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് നടക്കണം. അതായത് PO2 ഹൈയും PCO2 കുറവും ആയിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോസിയേറ്റ്സ് ഫ്രം കാർബാമിനോ ഹീമോഗ്ലോബിൻ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? PO2 is high and PCO2 is low. ഓപ്ഷൻ ബി. ഇനി ഈ കാർബാമിനോ ഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ നടക്കുന്നത് ഏത് ലെവലിലാണ്? നമുക്കറിയാം കാർബാമിനോ ഹീമോഗ്ലോബിൻ സെപ്പറേഷൻ ഓഫ് CO2 ഫ്രം കാർബാമിനോ ഹീമോഗ്ലോബിൻ നടക്കുന്നത് ലങ്ങിന്റെ ബ്ലഡ് കാപ്പിലറിയിലാണ്. എന്നാലേ നമുക്ക് എന്ത് കളയാൻ പറ്റൂ? CO2നെ ആൽവലൈ വഴി കളയാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കാൻ എങ്ങനെ ആലോചിക്കണം? CO2 should dissociate from carbamino hemoglobin. ഫസ്റ്റ് ഓഫ് ഓൾ കാർബാമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്തതേ എന്തിനാണ്? നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ. എവിടുന്ന് എങ്ങോട്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് എവിടുന്ന് എങ്ങോട്ടാണ് മേജർ ആയിട്ട് നടക്കുന്നത്? ടിഷ്യൂ ലെവലിൽ നിന്ന് ആൽവലൈ ലെവലിലേക്ക്. അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാലേ ത്രൂ ദ പ്ലാസ്മ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നാലേ അറ്റ് ദി ലെവൽ ഓഫ് ആൽവലൈ എന്ത് പറ്റുള്ളൂ? ഈ കാർബാമിനോ ഹീമോഗ്ലോബിൻ അകന്നു പോയി കാർബൺ ഡൈ ഓക്സൈഡ് സെപ്പറേറ്റ് ആവുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് സുഖമായിട്ട് ആൽവലൈയിൽ ഇറങ്ങി പോകുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സിറ്റുവേഷൻ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? ആൽവലൈയിലാണ് കാണാൻ പറ്റുക. ആൻഡ് ആൽവലൈയിൽ എങ്ങനെയായിരിക്കും? PO2 ഹൈയും PCO2 കുറവായിരിക്കും, വിച്ച് ഫേവേഴ്സ് CO2 ഡിസോസിയേഷൻ ഫ്രം കാർബാമിനോ ഹീമോഗ്ലോബിൻ അറ്റ് ദി ലെവൽ ഓഫ് ലങ് കാപ്പിലറീസ് അല്ലെങ്കിൽ ആൽവലാർ ലെവൽ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി. 12th ക്വസ്റ്റ്യൻ. ഇൻ ബ്രീത്തിങ് മൂവ്മെന്റ്സ് എയർ വോളിയം ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ബൈ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സ്റ്റെത്തസ്കോപ്പ് നമുക്കറിയാം ഓസ്കൾട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഹാർട്ട് സൗണ്ട്, ബ്രീത്തിങ് സൗണ്ട് ഒക്കെ കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലാണ്ട് എങ്ങനെ എയർ വോളിയം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹൈഗ്രോമീറ്റർ ഏതാണ്? ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനം. സ്വിഗ്മോ മാനോമീറ്റർ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് എയർ വോളിയം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻസർ എന്താണ്? എയർ വോളിയം മെഷർ ചെയ്യുന്നതിന് നമ്മൾ ആ ടെസ്റ്റിന് സ്പൈറോമെട്രി എന്ന് പറയും. അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെ സ്പൈറോമീറ്റർ എന്നും പറയും. ഓപ്ഷൻ ഡി. 13th question. From the following relationships between respiratory volume and capacities, mark the correct answer. Inspiratory capacity എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. ഇതിന്റെ കൂടെ നമ്മൾ ടൈഡൽ വോളിയം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഇതേപോലെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ആണ് ചോദിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യാണ്? ടൈഡൽ വോളിയം. ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ട് ലങ്ങിന് ഇൻസ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന എത്രത്തോളം എമൗണ്ട് ആണെന്നാണ്. ഈ ടോട്ടൽ ലങ് കപ്പാസിറ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? നമ്മുടെ റെസിഡിയൽ വോളിയം, എപ്പോഴും നമ്മുടെ ഉള്ളിൽ കാണുന്ന വോളിയം. ആൻഡ് അതിനോട് നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? ടോട്ടൽ ലങ് കപ്പാസിറ്റി ഇട്ടാൻ നമ്മുടെ റെസിഡിയൽ വോളിയത്തിനോട് വൈറ്റൽ കപ്പാസിറ്റി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? TLC എന്ന് പറയുന്നത് കിട്ടും. അതായത് വൈറ്റൽ കപ്പാസിറ്റിന്റെ മാക്സിമം വോളിയം ഓഫ് എയർ, അതായത് ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ കഴിഞ്ഞ് മാക്സിമം വലിച്ചെടുക്കാൻ പറ്റുന്ന എയർ. ആൻഡ് അതിന്റെ കൂടെ നമുക്ക് എന്തും കൂടി ആഡ് ചെയ്താൽ മതി? RV ആഡ് ചെയ്താൽ മതി. ഇനി ഇതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നേരത്തെ ഡയഗ്രാം ആലോചിച്ചാൽ തന്നെ എന്ത് മനസ്സിലാവും? ഇവിടെ ടാപ്പ് ഉണ്ട്, ഇവിടെ ഇതുണ്ട്. ഇവിടെ ഫങ്ഷണൽ റെസിഡിയൽ കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡിയൽ, ഫങ്ഷണൽ വൈറ്റൽ കപ്പാസിറ്റി.
ആൻഡ് അതിന്റെ കൂടെ നമ്മുടെ താഴെ എന്തിന് റെസിഡ്യൽ വോളിയം ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും TLC. അപ്പൊ നമ്മൾ ഓപ്ഷൻസിലേക്ക് വരികയാണ്. ഈ ഫങ്ഷണൽ വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? ERV പ്ലസ് RV എന്ന് പറയാൻ പറ്റും. ഇനി ഓപ്ഷൻസിലേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈക്വൽസ് ടൈഡൽ വോളിയം പ്ലസ് റെസിഡിയൽ വോളിയം എന്നാണ് പറയുന്നത്. എന്താണ് ഇത്? തെറ്റാണ്. കാരണം എന്താ? ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിനെയാണ് നമ്മൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്മുടെ ഒരു ടൈഡൽ വോളിയം നോർമൽ എമൗണ്ട് എടുക്കുന്ന വോളിയം ഉണ്ട്, അത് പ്ലസ് ERV അതായത് എക്സ്പിറേറ്ററി റിസർവ് വോളിയം ആൻഡ് അലോങ് വിത്ത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അതായത് എക്സ്പിറേഷന് എക്സ്ട്രാ റിസർവ് ചെയ്യുന്നത് പ്ലസ് ഇൻസ്പിറേഷന് എക്സ്ട്രാ റിസർവ് ചെയ്യുന്നത് ആൻഡ് നമ്മുടെ ഓൾറെഡി ഉള്ള ടൈഡൽ വോളിയം ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈറ്റൽ കപ്പാസിറ്റി. അപ്പൊ TV പ്ലസ് ERV പ്ലസ് IRV. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ എന്തെന്നായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഇനി തേർഡ് ഓപ്ഷൻ അഗൈൻ റെസിഡിയൽ വോളിയം ഈക്വൽസ് VC മൈനസ് IRV എന്നാണ് പറയുന്നത്. റെസ്പിറേറ്ററി വോളിയം എങ്ങനെയാണ്? VCയും IRVന്റെയും ടേംസിൽ എടുത്ത് നോക്കാനാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? RV ഈക്വൽസ് വൈറ്റൽ കപ്പാസിറ്റി അല്ല, പിന്നെ ഏതാണ്? ടോട്ടൽ ലങ് കപ്പാസിറ്റി മൈനസ് വൈറ്റൽ കപ്പാസിറ്റിയാണ് നമ്മൾ റെസിഡിയൽ വോളിയം എന്ന് പറയാൻ പറ്റുക. അപ്പൊ ആ ഓപ്ഷൻ എന്തായി? അതും അഗൈൻ തെറ്റായി. ഇനി ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്താണ്? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റിന്റെയും ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിന്റെയും ടേംസിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അതായത് IRV പ്ലസ് TV ഇതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി മൈനസ് IRV ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടൈഡൽ വോളിയം കിട്ടിയില്ല. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയിട്ട്. അപ്പൊ ഇതും എന്താണ്? കറക്റ്റ് ആണ്. അപ്പോ എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് വൺ ഇൻകറക്റ്റ്, സെക്കൻഡ് വൺ കറക്റ്റ്, അഗൈൻ ഇൻകറക്റ്റ് ആൻഡ് ഫോർത്ത് വൺ കറക്റ്റ്. ഇൻകറക്റ്റ്, കറക്റ്റ്, ഇൻകറക്റ്റ്, കറക്റ്റ്. ഓപ്ഷൻ ബി. 13th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. നമ്മുടെ ലങ്ങിന്റെ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാൻ പറ്റും? ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈക്വൽസ് ഒന്നാമത്തെ പോയിന്റ് എന്ത് എഴുതാൻ പറ്റും? നമ്മുടെ IRV ഉണ്ട്. ആദ്യം ഈ ഡയഗ്രം വെച്ച് നമുക്ക് എന്ത് എഴുതാം? FVC പ്ലസ് RV എന്ന് എഴുതാൻ പറ്റുമല്ലോ. TLC ഈക്വൽസ് FVC പ്ലസ് RV. ഇനി ഈ FVC-നെ നമുക്ക് എങ്ങനെ എഴുതാം? TLC ഈക്വൽസ് FVC-നെ RV അവിടെ തന്നെ ഇരിക്കുന്നത് RV പ്ലസ് IRV പ്ലസ് ERV പ്ലസ് TV എന്ന് എഴുതാലോ. അതായത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന വോളിയം, എക്സ്ട്രാ എക്സ്പയർ ചെയ്യുന്ന വോളിയം, എക്സ്ട്രാ ഇൻസ്പയർ ചെയ്യുന്ന വോളിയം, ഇതാണ് FVC എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇതും അല്ലാണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? IRV പ്ലസ് TV എന്ന് പറയുന്നത് എന്താണ്? IRV പ്ലസ് TV ആണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ആൻഡ് ERV പ്ലസ് RV എന്താണ്? അത് അങ്ങനെ തന്നെ എഴുതാം RV പ്ലസ് ERV. അങ്ങനെ പല രീതിയിൽ നമുക്ക് TLC എഴുതാൻ പറ്റും. അതായത് നമുക്ക് വേണ്ടത് എന്താണോ അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? നമ്മുടെ ഓരോ വോളിയമും കപ്പാസിറ്റി നമുക്ക് കിട്ടും. ഒന്നിക്കല് എന്ത് ചെയ്യാ? ഈ ഫോർമുല പഠിച്ചു വെക്കുക. അതായത് TLC ഈക്വൽസ് ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസിഡിയൽ വോളിയം എന്നുള്ളത്. എന്നിട്ട് അതിൽ ഓരോന്നിനും അതായത് നമുക്ക് കപ്പാസിറ്റീസിന്റെ രണ്ടിനും ഫോർമുല അറിയാം. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈക്വൽസ് IRV പ്ലസ് TV, അതേപോലെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഈക്വൽസ് ERV പ്ലസ് TV. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. 13th ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി. ഇനി 14th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് വിൽ ഷോ എ റൈറ്റ് ഷിഫ്റ്റ് ഇൻ കേസ് ഓഫ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എന്തൊക്കെ തന്നിരിക്കുന്നത്? ഹൈ PCO2 അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിരിക്കുന്ന അവസ്ഥ, ഹൈ PO2, ലോ PCO2, ലെസ് H+ കോൺസെൻട്രേഷൻ. ഇപ്പോ എന്ത് പറയാൻ പറ്റും? നമുക്കറിയാം ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് വരക്കുമ്പോൾ നമുക്ക് ഐദർ റൈറ്റ് ഷിഫ്റ്റ് ചിലപ്പോൾ കാണാൻ പറ്റും, ലെഫ്റ്റ് ഷിഫ്റ്റ് കാണാൻ പറ്റും. ഇതില് ഒന്നാമത്തെ കാര്യം റൈറ്റ് ഷിഫ്റ്റ് കാണുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഏതൊക്കെയാണ്? ഹൈ PCO2 അല്ലെങ്കിൽ ലോ PO2. ഇനി ഇത് ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് അറിയാൻ പറ്റും. എങ്ങനെ? H+ എങ്ങനെയായിരിക്കും? ഹൈ H+ കോൺസെൻട്രേഷൻ അതായത് ലോ pH. അതേപോലെ തന്നെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? ഹൈ ടെമ്പറേച്ചർ. അപ്പൊ ഇത്രയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ റൈറ്റ് ഷിഫ്റ്റ് കാണും. റൈറ്റ് ഷിഫ്റ്റ് കാണുക, ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിന് റൈറ്റ് ഷിഫ്റ്റ് കാണുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കൂടുതൽ നടക്കുകയാണ്, പെട്ടെന്ന് നടക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നടക്കണമെങ്കിൽ അവിടെ എന്തായിരിക്കണം?
CO2 കൂടുതലായിരിക്കണം, പാർഷ്യൽ പ്രഷർ ഓഫ് CO2 കൂടുതലായിരിക്കണം. അപ്പൊ റൈറ്റ് ഷിഫ്റ്റ് കാണിക്കണമെങ്കിൽ അവരുടെ ഡിസോസിയേഷൻ കൂടുതൽ നടക്കാണ്. ഡിസോസിയേഷൻ കൂടുതൽ എപ്പോഴാണ് നടക്കുന്നത്? അറ്റ് ദി ടിഷ്യൂ ലെവൽ. എന്നാലല്ലേ ഓക്സിജൻ ഡെലിവർ ചെയ്തിട്ട് CO2 തിരിച്ച് ബ്ലഡിലേക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള റൈറ്റ് ഷിഫ്റ്റ് കാണുന്നതിന്റെ കണ്ടീഷൻസ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇതിലെ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലെസ് H+ കോൺസെൻട്രേഷൻ അല്ല, ഹൈ H+ കോൺസെൻട്രേഷൻ ആണ്. ലോ PCO2 അല്ല, ഹൈ PCO2 ആണ്. ഹൈ PO2 അല്ല, ലോ PO2 ആണ്. ആൻഡ് ഹൈ PCO2 കറക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ. ഇനി ഇത് സോൾവ് ചെയ്യാൻ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് നടക്കുന്ന എല്ലാ കണ്ടീഷൻസും നമുക്കറിയാലോ. അതായത് ഹൈ PCO2 കൂടുമ്പോൾ അവിടെ ഓക്സിജൻ കുറവായിരിക്കും. ഹൈ PCO2 കൂടുതലാണെങ്കിൽ അവിടെ H+ കൂടുതലായിരിക്കണം. അവിടെ ലോ pH ആയിരിക്കണം, ഹൈ ടെമ്പറേച്ചർ. ഈ കണ്ടീഷൻ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഈ ഗ്രൂപ്പിൽ ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം, ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആൻസർ കിട്ടും. പക്ഷെ ലോജിക്കലി മനസ്സിലാക്കാനാണെങ്കിൽ എന്തറിയണം? റൈറ്റ് ഷിഫ്റ്റ് നടക്കുമ്പോൾ എന്ത് പറ്റണം? അതിന്റെ ഡിസോസിയേഷൻ കൂടുതൽ നടക്കണം. ഡിസോസിയേഷൻ കൂടുതൽ നടക്കുകയാണെങ്കിൽ എന്ത് പറ്റണം? അവിടെ PO2 കുറവായിരിക്കണം. എന്നാലേ ഡിസോസിയേറ്റ് ചെയ്ത് അവിടെ ടിഷ്യൂ ലെവലിൽ പോയി ഓക്സിജൻ ഡെലിവർ ചെയ്യുള്ളൂ. ഇനി 15th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാച്ച് ദി ഫോളോയിങ് ആൻഡ് മാർക്ക് ദി കറക്റ്റ് ഓപ്ഷൻസ്. എർത്ത് വാം, ഇൻസെക്ട്സ്, ഫിഷസ്, ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്. ഇതിന് ഏതാണ് ഓരോന്നിനും നമ്മൾ ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി. നമുക്ക് എന്തറിയാം? മോയിസ്റ്റ് ക്യൂട്ടിക്കിൾ റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ടുള്ളത് ഇതിൽ ആരാന്നറിയാം? എർത്ത് വാം ആണെന്നറിയാലോ. ഇനി ഗിൽസ്, ലങ്സ്, ട്രക്കിയ. ഇതില് ഇൻസെക്ട്സ് ഏതായിരിക്കും? ഇൻസെക്ട്സ് നമുക്കറിയാം ആർത്രോപോഡ്സ് ആണ്. ആർത്രോപോഡ്സിന് എന്തുണ്ട്? ട്രക്കിയ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ് അവർക്ക് ട്രക്കിയൽ ട്യൂബ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇൻസെക്ട്സിനെ ഡയറക്റ്റ് റെസ്പിറേഷൻ എന്ന് വിളിച്ചത്. അപ്പൊ ബി എന്തായിരിക്കും? 4. A1, B4. ഫിഷസിന് ഇനി എന്തുണ്ട്? ഫിഷസ് നമുക്കറിയാം ഗിൽസ് ഉണ്ട്, C2 ആൻഡ് D എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്, അവർക്ക് ലങ്സും ഉണ്ട്. 1, 4, 2, 3 വരുന്ന ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. 1, 4, 2, 3 വരുന്ന എന്താ? ഓപ്ഷൻ ബി. 15th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ MCQ 15 ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ബാക്കിയുള്ള വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾ നാളെ സോൾവ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.